ഹലോ, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് ഞാൻ എന്റെ ഒരു സർജറി വീഡിയോ നിങ്ങളിപ്പോ കണ്ടതല്ലേ ഉള്ളൂ. നിങ്ങൾ ഉടനെ അടുത്തതങ്ങ് പിടിച്ചു. അടുത്ത ഒരു സർജറി വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചിന് എന്നും ഇതാണോ ഉള്ളതെന്ന്. കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ടതിന് നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പം എന്തിന്റെ സർജറിയാ, എന്തുകൊണ്ടാ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയേ കാണാം കേട്ടോ. അപ്പൊ നമ്മൾ സർജറിക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് വിഷമിച്ചിരുന്നു, ടെൻഷൻ അടിച്ച് നമ്മൾ അങ്ങനൊന്നും പോകരുത്. നമ്മൾ നല്ല ചിൽ മൂഡായിരിക്കണം കേട്ടോ. അല്ലേ ചാ? അല്ലേ? അതെ, നമ്മൾ നല്ല ചിൽ മൂഡ്. നമ്മൾ അങ്ങനെയാണ്, പാട്ടൊക്കെ ഇട്ട് വൈബായിട്ട് വേണം പോ. അപ്പൊ നമുക്കൊരു അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോയാലോ? എന്ന് പറയുന്ന എല്ലാരും ഓക്കെ. ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ. എന്തോന്നേ ഗായമ്മ പണ്ട് സ്കൂളിൽ പോകുമ്പോ ഉണ്ടല്ലോ, ഈ കാണുന്ന എല്ലാ പള്ളിയിലും നോക്കി ഇങ്ങനെ കുരിശ് വരയ്ക്കും കേട്ടോ. അതൊരു പതിവാ. ഒരു ദിവസം ആ കുരിശ് വരയ്ക്കാതിരുന്നാ ഭയങ്കര ടെൻഷനാണ്. മക്കളുടെ ഒരു ദിവസം ബസ്സൊന്നുമില്ല സ്കൂളിൽ പോകാനായി. അവരാണ് വന്നപ്പോ ബസ്സെല്ലാം അവിടെ അങ്ങ് ബ്ലോക്ക് ആയി പോയി. അപ്പൊ CM എന്തോ ഇതെന്നറിയാം, മോനെ. ഒരു ദിവസം ചെങ്ങമ്മനാട് എന്ന് പറയുന്ന സ്ഥലവും കഴിഞ്ഞ് 3 കിലോമീറ്ററും കൂടെ പോകണം CM സ്കൂളിൽ പോയി. അങ്ങനെ CM ചെങ്ങമനാട് കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികളെല്ലാം കൂടെ വണ്ടി തടഞ്ഞ് റോഡ് ഉപരോധിക്കുകയാണ്. CM ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി CMയുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് CM അങ്ങ് നടന്ന് കുറെ ദൂരം കഴിഞ്ഞപ്പം അവിടെ അടുത്തുള്ള ഒരു വീട്ടുകാരൻ CMയുടെ അടുത്ത് ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എവിടെ പോവാ? ഞങ്ങൾ സ്കൂളിൽ പോവുക. അയ്യോ, ഇന്ന് സ്കൂളില്ല. ഇന്നെന്തിനാ നിങ്ങൾ ഒത്തിരി നടക്കണ്ടായെന്ന് പറഞ്ഞ് ആ വീട്ടിൽ പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ 3222106 ഒരു ഫോൺ കോൾ വരുന്നു. നമ്മുടെ വീട്ടില് അന്ന് ലാൻഡ് ഫോണാ ഉള്ളത്. 3222106 ഒരു ഫോൺ വരുന്നു. അങ്ങനെ അപ്പൂപ്പച്ചി പോയി പിടിച്ചോണ്ട് വന്നു. ഞാൻ സെമിത്തേരിയുടെ സ്റ്റോറി പറഞ്ഞവർക്ക് അറിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് അതിവിടാണ് കേട്ടോ, ഈ പള്ളിയുടെ തൊട്ട് പുറകിലാണ് ഞാൻ ആ പറഞ്ഞ കഥയുടെ സ്ഥലം. അപ്പോൾ ഇതെൻ്റെ സ്കൂളിനോട് ചേർന്നിട്ടുള്ള പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയായിരുന്നു ഞങ്ങൾ സ്കൂളിൽ ആദ്യത്തെ വെള്ളിയാഴ്ച എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു വരണം. അപ്പം എൻ്റെ സ്കൂൾ എത്ര പേർക്ക് അറിയാം? കൊട്ടാരക്കര സെൻറ്റ് മേരീസിലാണ് കേട്ടോ ഞാൻ പഠിച്ചത്. ഇതാണ് എൻ്റെ സ്കൂള്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ വേറൊരു സ്കൂളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്കൂള്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലെത്തി. കൊട്ടാരക്കര വിജയ ജൂബിലിയിലായിരുന്നു കേട്ടോ എൻ്റെ സർജറി നടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം വിജയ ജൂബിലിയിലായിരുന്നു. അപ്പം വിജയ ജൂബിലി ഈ ഹോസ്പിറ്റലിന് മുൻപ് KNS എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരിലായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം അത് കൊട്ടാരക്കരയിൽ തന്നെ ഒരു ഹോസ്പിറ്റലായ വിജയാസുകാർ ഏറ്റെടുത്തു. അപ്പം അതിന് പേര് മാറ്റി വിജയ ജൂബിലി എന്നാണ് ഇപ്പം അതിൻ്റെ പേര്. അപ്പം ഇവിടുത്തെ ENT ഡോക്ടറായിട്ടുള്ള വില്യംസ് ജോർജ് ഡോക്ടറിനെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി അമ്മ ഫിസിക്കലി എൻ്റെ കൂടെ അവിടെ ആണെങ്കിലും അമ്മ ആക്ച്വലി നല്ല ടെൻഷനിലാണ്. അപ്പം ചെന്ന സമയത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ എക്സ്റേയും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത്. സർജറി ചെയ്യുമ്പോൾ ഉള്ള നോർമൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇല്ലേ, അതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള എക്സ്റേ ഉണ്ടായിരുന്നു, ECG ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്ലഡൊക്കെ എടുക്കണമായിരുന്നു. അപ്പം നമ്മൾ തൊട്ട് മണ്ടയിലത്തെ ഫ്ലോറിൽ ചെല്ലാനായിട്ട് പറഞ്ഞു. അപ്പം ബാക്കി വീഡിയോ ഒക്കെ എടുക്കുന്നത് ചേച്ചിയാണ് കേട്ടോ. എനിക്കങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര കൂളായിട്ടാണ് കേട്ടോ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നേരെ എനിക്ക് വേണ്ടിയിട്ടുള്ള റൂമിലോട്ടാണ് കേട്ടോ പോയത്. എൻ്റെ കൂടെ ആരാ ബൈ സ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത്? ഇന്ത്യക്കുട്ടിയാണോ? പിന്നെ ആരാ? ശ്രീയമ്മ. ഓക്കെ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ രാവിലെ എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇന്ന് നല്ല പോലെ കഴിക്കണം എന്ന്. ഓക്കെ. നിതക്കുട്ടിക്ക് സ്പെഷ്യലായിട്ട് പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് കഴിക്കും. ഓക്കെ. കൊറോണയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കര അലർജിയും കാര്യങ്ങളുമായിരുന്നു കേട്ടോ. അപ്പം വിട്ടുമാറാതെ ഇങ്ങനെ സൈനസൈറ്റിസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒത്തിരി മരുന്നൊക്കെ കഴിച്ചു, പക്ഷേ വേറെ രക്ഷയൊന്നുമില്ല. തുമ്മൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ച് അങ്ങനെ ഈ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് എൻ്റെ മൂക്കിന് പാലത്തിന് അത്യാവശ്യം നല്ലപോലെ വളവുണ്ട്.
അപ്പോൾ ആ വളവ് ശരിയാക്കി ബാക്കി കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാക്കി ഇത് മാറും. അപ്പം അതേ ഉള്ളൂ ഇനി ഒരു ഓപ്ഷൻ. അപ്പം മൂക്കിൻ്റെ പാലം നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഹോസ്പിറ്റൽ നമ്മുടെ മുമ്പ് ഇതിൻ്റെ പേര് KNS എന്നായിരുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ കൊട്ടാരക്കരയിൽ തന്നെ വിജയാസ് ഹോസ്പിറ്റൽ തന്നെ ഇതും ടേക്ക് ഓവർ ചെയ്ത്. അപ്പം ഇതും വിജയാസ് എന്ന് തന്നെയല്ലേ ഇപ്പോൾ എല്ലാവരും പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ KNS എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തുള്ളൂ തോന്നുന്നല്ലേടി അല്ലേ? അപ്പം വിജയ ജൂബിലി മിഷൻ എന്നാണ് ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് നോർമലായിട്ടുള്ള സർജറി പ്രൊസീജിയറിൻ്റെ കാര്യങ്ങളൊക്കെ, അപ്പം ബ്ലഡ് ടെസ്റ്റ്, ECG അതെല്ലാം എടുക്കണം. നിധിക്കുട്ടിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. ഗായമിക്ക് മൂക്കിൻ്റെ പാല ശരി ലെപ്പിയാണ് ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവളെ പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. ചുമ്മാ ഇതാക്കളെ അവരൊന്നും ചെയ്യത്തില്ല കേട്ടോ. അച്ഛായ എൻ്റെ അടുത്ത് പറഞ്ഞ് കയ്യിൽ എൻ്റെ വായി കുത്തിയിട്ടുള്ള കുഞ്ഞു ഇഞ്ചക്ഷൻ. അത്രേ ഉള്ളു സംഭവം, അത്രേ ഉള്ളു. വിശക്കുന്നാ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അപ്പം ഇത് കഴിഞ്ഞിട്ട് കുറച്ചധികം ടെസ്റ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടന്നില്ല കേട്ടോ. അപ്പം ഏകദേശം രാത്രിയായി. നാളെ രാവിലെയാണ് സർജറി. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും കഴിച്ചുകൂടാ. രാത്രി എനിക്ക് കഴിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ കൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഈ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പഠിച്ചില്ലേടി. ആരെങ്കിലും വരുമ്പോൾ വീഡിയോ എടുത്ത് തരത്തില്ല. ഇത് അവസാനം വ്ലോഗിലാണ് ഒന്നും കാണത്തില്ല. സ്വന്തമായിട്ട് പൈസ കൊടുത്തിട്ട് വീഡിയോഗ്രാഫറിനെ വെക്കുന്നു. നീ എന്താ വീഡിയോ എടുത്ത് തരാത്തേ? പിന്നെ ആൾക്കാർ വരുമ്പോഴേ വരുമ്പോ വിചാരിക്കുമ്പോ എനിക്കാവും. അയ്യോ. പേഴ്സണലി അറിയാവുന്ന പലർക്കും അറിയാമായിരിക്കും എൻ്റെ ചേച്ചീനെ. അപ്പം എൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് കേട്ടോ ചേച്ചിയുടെ. മറ്റുള്ളവരുടെ പ്രൈവസീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അതിനെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ചേച്ചി. ഇപ്പം ഞാനാണേലും അങ്ങനെ ഒരാളുടെ അനുവാദവും ഇല്ലാതൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല. പക്ഷേ അവൾക്കിങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ടാണ് കേട്ടോ ചേച്ചി. അപ്പം പുറത്ത് നിന്ന് വീഡിയോ എടുക്കുക എന്നൊക്കെ ഉള്ളത് അവളെ സംബന്ധിച്ചൊരു വലിയ ടാസ്ക്കാണ്. അപ്പം ഞാനിങ്ങനെ എനിക്കിതുപോലെ വ്ളോഗ് വേണമെന്ന് പറഞ്ഞപ്പം അവളുടെ ഏറ്റവും വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വീഡിയോ എടുക്കും എന്നുള്ളതായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് മാത്രമല്ല കഴിച്ചുള്ളൂ. നീ വല്ല കഴിച്ചാ? എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ട് രാവിലെ പട്ടിണി കിടക്കുന്നു ചേച്ചി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിനകത്ത് ഇടാൻ ഒന്നും കാണത്തില്ല. നീ ഒരു പാട്ട് പാട്. മൈക്കില്ല. മൈക്കില്ല. ശരിയായത് കഞ്ഞിപ്പാട്ട് പാടാറേ. നമ്മൾ പണ്ടൊക്കെ പാടുന്നത് കണ്ണോട് കണ്ടാലും പാടും. എവിടാണ്? എടി നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയിലോട്ട് അല്ല അവര് വരുമ്പോ എന്ന് പറഞ്ഞ് നിന്റെ വ്ളോഗ് അവരെ കൊണ്ടുവരുന്ന അവരുടെ പ്രൈവസി എടുത്തിട്ടുണ്ട്. സർജറി കഴിഞ്ഞ് എന്നെ റൂമിൽ കൊണ്ടുവന്നപ്പോഴാണ് എൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നതൊക്കെ നിധി കണ്ടത്. അപ്പം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിലുള്ള കുറേ പേര് ചോദിച്ചു ഞാനാണോ അമ്മ. അപ്പം അതുപോലെ അവൾ കരച്ചിലായിരുന്നു. അപ്പം അവളും അച്ഛനും അമ്മയും വീട്ടിലായിരുന്നു. എൻ്റെ കസ്റ്റോഡിയനായിട്ട് നിന്നത് ചേച്ചിയായിരുന്നു. അപ്പം വീട്ടിൽ പോയിട്ട് തിരിച്ച് എന്നെ കാണാൻ വേണ്ടി ഓടി വരുന്ന രംഗമാണ് കേട്ടോ ഇത്. അപ്പം ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അവളെ കണ്ടിട്ട് നമുക്ക് കരയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എനിക്കങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ഓടിത്തുള്ളി പോയതാ. വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടക്കുന്ന കണ്ടോ. അങ്ങനെ തിരിഞ്ഞ് ചിന്തിക്കാൻ
രാവിലെ 8 മണിയായപ്പം സർജറിക്ക് കയറ്റിയ എന്നെ ഞാൻ തിരിച്ച് റൂമിൽ വരുന്നത് അന്നേ ദിവസം വൈകിട്ടാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം പോസ്റ്റ് ഒപ്പിയിൽ കിടത്തുമല്ലോ. പക്ഷേ എനിക്കത് കഴിഞ്ഞിട്ട് വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് എന്നെ അതിനകത്ത് തന്നെ കിടത്തി. ഇതെങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ ഇടാൻ കാരണം അത് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടിപ്പോവും. അപ്പം എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആര്യ. എൻ്റെ കൂടെ 10th വരെ പഠിച്ച ആളാണ്. അപ്പം അവളവിടെ അടുത്താണ് അവിടെ വീട്. അപ്പം അവള് ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം വന്നതാണ്. അപ്പം നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറ. പറ. എനിക്ക് ഒന്നും പറയാനില്ല, അടുത്തായതുകൊണ്ട് വന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ല. അപ്പം അതും കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഓക്കെ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്, ഐ നോ. ബിക്കോസ് സ്റ്റിൽ ഞാൻ ആ ഒരു മരവിപ്പിലാണ്. കാരണം എനിക്കങ്ങനെ വലിയ വേദനയും കാര്യങ്ങളോ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതിൻ്റെയും പിന്നെ വായിലൂടെ ബ്ലഡ് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ വേദനയും കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പറയത്തക്ക നമുക്ക് വേദന എന്ന് പറയുന്ന ഒരു സംഭവമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ അനസ്തീഷ്യയുടെ എഫക്റ്റ് ഒക്കെ അങ്ങോട്ട് മാറി വരുമ്പോൾ വേദന എടുക്കും എന്നുള്ളത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പം ഈ നേസോ വാഷ് എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടിലും അതിനകത്ത് 10 സാഷേ പൗഡറും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ബോട്ടിലിനകത്ത് കലക്കി മിക്സ് ഒക്കെ ചെയ്തിട്ട് അത് നമ്മൾ ഈ 1 മൂക്കിലൂടെ അടിച്ചിട്ട് അത് അപ്പുറത്തെ മൂക്കിലൂടെ ആ വെള്ളം ഇറങ്ങി വരും. അപ്പം മൂക്കിനകത്തുള്ള ബ്ലഡും കുറേ അഴുക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിങ്ങനെ എടുത്ത് കളയണം. അപ്പോൾ അത് ഈ സർജറിയുടെ ഒരു പോസ്റ്റ് കെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പം ഞാനിത് വീഡിയോ എടുത്ത് വെച്ചിട്ട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വീഡിയോയിൽ പറയുന്ന ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം എൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒന്നുമില്ല, സൗണ്ട് കേൾക്കാനില്ല. കാരണം അത്രയും നേരം ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചതുകൊണ്ട് തന്നെ സൗണ്ട് ഒട്ടുമേ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 2-3-4 ദിവസം എടുത്തു എനിക്ക് സൗണ്ട് ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ 2 ദിവസം എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം ഉറങ്ങി ഞാനങ്ങ് തീർക്കും. കാരണം ഉറക്കം വരുമ്പോൾ നമ്മൾ അത്രയും വേദന അറിയത്തില്ലല്ലോ. അപ്പം അന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്ക് എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡിസ്ചാർജ് ചെയ്യാൻ കുറച്ചധികം ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. കാരണം നമ്മുടെ ബില്ലും കാര്യങ്ങളും. കാരണം എന്നെ സൺഡേ ആണ് ഡിസ്ചാർജ് ചെയ്തത്. അപ്പം കുറച്ചധികം ഫോർമാലിറ്റീസ് ഉണ്ട്. കാരണം സ്റ്റാഫ് ഇല്ല. അപ്പം എനിക്ക് കാറിൽ തിരിച്ചു പോകുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഈ റോഡ് മോശമായതുകൊണ്ടും മൊത്തത്തിലൊരു ബുദ്ധിമുട്ട്. കാരണം അപ്പോഴത്തേക്ക് എനിക്ക് വേദനയുടെ ചെറിയൊരു അസ്വാരസ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ്